Hello everyone, welcome back to Asylum Learning and heartily welcome to our English class. This is Mohammad Shaju, your English teacher. Today we are going to discuss how to score full mark in letter writing or a letter to the editor. Letter to the editor മാത്രമല്ല എല്ലാ ക്വസ്റ്റ്യൻസിലും നമുക്ക് ഫുൾ മാർക്സും വാങ്ങേണ്ടത് അത്യാവശ്യമാണ് അല്ലേ? പക്ഷെ ഇതെങ്ങനെയാണ് വാങ്ങിക്കുക, അതിനുള്ള ട്രിക്ക് എന്താണ്, ടിപ്സ് എന്താണ്, ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫോർ എക്സാമ്പിൾ ലെറ്റർ ടു ദ എഡിറ്റർ എന്ന് പറയുന്ന ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് നോക്കാം. ഒരുപാട് കാലങ്ങളായി നമ്മൾ ലെറ്റേഴ്സ് എഴുതിക്കൊണ്ടിരിക്കുന്നു, പക്ഷെ പലപ്പോഴും പരീക്ഷയ്ക്ക് നമുക്ക് ഫുൾ മാർക്ക് കിട്ടിയിട്ടില്ല അല്ലേ? പക്ഷേ ഇന്ന് നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ഈ വർഷം നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്നത് ബോർഡ് എക്സാം ആണ്. ചാൻസസ് എടുക്കാൻ നമുക്ക് നേരമില്ല. സോ ഹൗ ടു സ്കോർ ഫുൾ മാർക്സ് ഇൻ ഇംഗ്ലീഷ്, അല്ലെങ്കിൽ എല്ലാ ക്വസ്റ്റ്യൻസിലും എന്തെല്ലാം കാര്യങ്ങളാണ്, ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് വേണ്ടത് ഫുൾ മാർക്സ് സ്കോർ ചെയ്യാൻ എന്നതിന് നമുക്കൊരു എക്സ്പെർട്ടിന്റെ സഹായം അത്യാവശ്യമാണ് അല്ലെ? അവിടെയാണ് നിങ്ങളെ സഹായിക്കാൻ സൈലത്തിന്റെ അസ്ത്ര ബാച്ച് ഉള്ളത്. 10th സ്റ്റാൻഡേർഡിലെ കുട്ടികൾക്ക് ഉള്ള ഈ ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള CBSE സ്റ്റുഡൻസിന്റെ ഈ ഒരു ബാച്ചിലേക്ക് നിങ്ങൾക്ക് ഒരുപാട് ഫീച്ചേഴ്സ് ആണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ഫീച്ചേഴ്സ് പറയുമ്പോൾ എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റീസ് ഉണ്ട്, അതുപോലെ തന്നെ റെക്കോർഡഡ് പ്ലസ് ലൈവ് ക്ലാസ്സസ്, അതുപോലെ തന്നെ ഡൗട്ട് ക്ലാരിഫിക്കേഷൻസ്, യൂണിറ്റ് ടെസ്റ്റ്, ലൈവ് ആൻസർ ഡിസ്കഷൻസ് ഉണ്ടാവും. യൂണിറ്റ് ടെസ്റ്റുകൾ കൃത്യമായ ഇടവേളകളിൽ നടക്കും, അതിൻ്റെ ലൈവ് ഡിസ്കഷൻസ് ഉണ്ടാകും, ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഡിസ്കഷൻ ഉണ്ടാവും. അവിടെ ഞാൻ പറഞ്ഞ പോലെ എങ്ങനെ ഫുൾ മാർക്സ് വാങ്ങിക്കണം എന്ന ടിപ്സ്, ട്രിക്സ്, കാര്യങ്ങളെല്ലാം അവിടെ പറഞ്ഞിട്ടുണ്ടായിരിക്കും. നമുക്ക് റെക്ടിഫൈ ചെയ്യാം, നെക്സ്റ്റ് യൂണിറ്റ് ടെസ്റ്റിലേക്ക് അത് എന്ത് ചെയ്യാം, ഓവർകം ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെ ഒരു പ്രാക്ടീസിങ് സെഷനാണത്. ദെൻ സ്ലൈഡ്സ് ആൻഡ് നോട്ട്സ് ആഫ്റ്റർ എവറി ക്ലാസ്. ഈച്ച് ആൻഡ് എവറി ക്ലാസ്സിന് ശേഷം നിങ്ങൾക്ക് സ്ലൈഡ്സ്, നോട്ട്സ് ആയിട്ട് എന്ത് ചെയ്യും എത്തുന്നതാണ്. ദെൻ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടായിരിക്കും, ജനറൽ ആൻഡ് ഇൻഫോർമേറ്റീവ് വീഡിയോസ് ധാരാളമായിട്ട് നിങ്ങളുടെ ഈ ഒരു ആപ്പിനകത്ത്, അല്ലെങ്കിൽ ഈ ഒരു എന്താ പറയുക, ഈ ഒരു കോംബോ നിങ്ങൾ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അതെല്ലാം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾക്ക് എത്ര, ജസ്റ്റ് 3,499 എന്ന് പറയുന്ന ഒരു അടിപൊളി പ്രൈസിനാണ് നിങ്ങൾക്ക് ഈ ഒരു എന്താ പറയുക അവസരമുള്ളത്. സോ ഡോണ്ട് മിസ് ഇറ്റ്. നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം, നിങ്ങളുടെ സീറ്റ് പെട്ടെന്ന് ഉറപ്പിക്കാം. അപ്പോൾ ബാക്ക് ടു ദ സബ്ജക്റ്റ്. ഞാൻ ഇന്നിപ്പോൾ പറയുന്നത് എങ്ങനെയാണ് നമ്മുടെ ഈ പറയുന്ന ലെറ്റർ ടു ദ എഡിറ്ററിൽ ഫുൾ മാർക്സും സ്കോർ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. സോ പെട്ടെന്ന് ഒരു 8 പോയിന്റ് പഠിച്ചു വെച്ചാൽ ഫുൾ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. 8 പോയിന്റ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി, നമുക്ക് കംപ്ലീറ്റ് വാങ്ങിക്കാം മാർക്ക്. ഓക്കെ, അപ്പോൾ ഇതിനൊരു ജനറൽ ഫോർമാറ്റ് ഞാൻ പറയുകയാണ്. സെൻറ്റേഴ്സ് അഡ്രസ്സ് ആദ്യം നമ്മൾ എഴുതേണ്ടത് എന്താണ്? സെൻറ്റേഴ്സ് അഡ്രസ്സ് ആണ്. ഇതെല്ലാവർക്കും അറിയാം, സെൻറ്റേഴ്സ് അഡ്രസ്സ് നമ്മൾ തുടക്കേണ്ടത്. എന്നാലും ചിലപ്പോൾ നമ്മൾ കൺഫ്യൂസിങ് ആയിട്ട് അല്ലെങ്കിൽ മാറിപ്പോകാറുണ്ട് ചില ആൾക്കാർക്ക്. ആദ്യം റിസീവേഴ്സിലിട്ട് അഡ്രസ്സ് എഴുതിയിട്ട് പിന്നെ നമ്മൾ സെൻറ്റേഴ്സ് അഡ്രസ്സ് ചെയ്തു. അപ്പോൾ അങ്ങനെ എഴുതരുത്. ആദ്യം തന്നെ നമ്മൾ സെൻറ്റേഴ്സ് അഡ്രസ്സ് ആണ് എഴുതേണ്ടത്. അപ്പോൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി. സെൻറ്റർ എന്ന് പറയുമ്പോൾ ഞാനാണ് അയക്കുന്നത്. ഓക്കെ, എഡിറ്ററിന് ഞാനാണ് ലെറ്റർ അയക്കുന്നത്. അപ്പോൾ എനിക്കാണ് ഇമ്പോർട്ടൻസ് എപ്പോഴും. അപ്പോൾ ഞാനാണ് ആദ്യം എഴുതേണ്ടത്, എൻ്റെ അഡ്രസ്സാണ് ആദ്യം എഴുതേണ്ടത്. ഇങ്ങനെ ആലോചിച്ച് വെച്ചാലും മതി. ഓക്കെ, ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട്. ഇനി അതിനകത്ത് എന്തൊക്കെ നമുക്ക് പറയാം, ഇമെയിൽ, അതുപോലെ തന്നെ നമ്മുടെ ഫോൺ നമ്പേഴ്സ്, അങ്ങനെ എന്തൊക്കെയാണ് നമ്മുടെ റിക്വയർഡ് ഇൻഫർമേഷൻ, അതെല്ലാം നമുക്കവിടെ എഴുതി വെക്കാം. വീടിൻ്റെ അഡ്രസ്സ് കൊടുക്കാം, ഇമെയിൽ അഡ്രസ്സ് കൊടുക്കാം, അല്ല നിങ്ങൾക്ക് ഫോൺ നമ്പർ ഒക്കെ അതിനകത്ത് കൊടുക്കാം. നെക്സ്റ്റ് ഒരു ലൈൻ വിട്ടിട്ട്, ഒരൊറ്റ ലൈൻ വിട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡേറ്റ് എഴുതണം, നിർബന്ധമാണ്. സെൻറ്റേഴ്സ് അഡ്രസ്സ് കഴിഞ്ഞ ഉടനെ തന്നെ ഒരു ലൈൻ വിടുന്നു, ഡേറ്റ് എഴുതുന്നു നമ്മൾ. ഓക്കെ, അപ്പോൾ ഡേറ്റ് എഴുതുന്ന ഒരു ഫോർമാറ്റ് ഒക്കെ ഉണ്ട്. ജനറൽ ഫോർമാറ്റ് നമുക്ക് എങ്ങനെ എഴുതാം? ഇപ്പോൾ നമ്മൾ പറയുകയാണ് 9 ഓഗസ്റ്റ് ഇങ്ങനെ എഴുതി വെക്കാം. 9 ഓഗസ്റ്റ് 2024 ഇങ്ങനെ ഈ രീതിയിൽ നിങ്ങൾക്ക് എഴുതി വെക്കാം. ഓക്കെ, മന്ത് കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്ന ആ ഒരു ഫോർമാറ്റിലേക്ക് നിങ്ങൾക്ക് എഴുതുന്നത് കുറച്ചുകൂടെ നല്ലതാണ്. നെക്സ്റ്റ് റിസീവിങ് എഡിറ്റേഴ്സ് അഡ്രസ്സ് എന്ന് വെച്ചാൽ നമ്മൾ ഏത് പത്രത്തിൻ്റെ എഡിറ്ററിനാണോ അത് അയക്കുന്നത്, മാഗസിൻ്റെ എഡിറ്ററിനാണോ അയക്കുന്നത്, അയാളുടെ അഡ്രസ്സ് നമ്മൾ എഴുതണം അവിടെ. ഓക്കെ, അപ്പോൾ അതും പറഞ്ഞ പോലെ കാര്യമായ ഇൻഫർമേഷൻ അവിടെ നമ്മൾ കൊടുക്കണം. നെക്സ്റ്റ് സബ്ജക്റ്റ് ഓഫ് ദ ലെറ്റർ. അപ്പോൾ ഇത് 2-3 കഴിഞ്ഞു അല്ലേ? നാലാമത്തെ എന്താണ്? സബ്ജക്റ്റ് നമ്മൾ എഴുതണം. ദ മെയിൻ പേർപ്പസ് ഓഫ് ദ ലെറ്റർ ഫോംസ് ദ സബ്ജക്റ്റ്. സബ്ജക്റ്റാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം സബ്ജക്റ്റിൽ നമ്മൾ വളരെ ചുരുക്കിയിട്ട് 1 ലൈനായിട്ട് കൺവേ ചെയ്യണം എന്താണ് നമ്മുടെ മാറ്റർ, നമ്മൾ എന്താണ് എഴുതുന്നത് എന്നത് ഒരു 1 ലൈനായിട്ട് ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ ലെറ്റർ എന്നെങ്കിലും നമ്മൾ എഴുതി വെക്കണം. ക്വസ്റ്റ്യനിലുണ്ടാവും നമ്മൾ എന്താണ് സബ്ജക്റ്റ് ലൈനിൽ എഴുതേണ്ടതെന്ന്. നേരെ അത് നോക്കിയിട്ട് എന്ത് ചെയ്താൽ മതി, ഒരു 1 ലൈൻ ഇൻഫർമേഷൻ അബൌട്ട് ദ ലെറ്റർ നിങ്ങൾ നിർബന്ധമായിട്ടും എഴുതി വെക്കണം. നെക്സ്റ്റ് നമ്മൾ എന്താണ് പറയുന്നത്, സല്യൂട്ടേഷനിലേക്കാണ് പോകുന്നത്. സല്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി എഴുതി പോകും, സർ അല്ലെങ്കിൽ റെസ്പെക്റ്റഡ് സർ അല്ലെങ്കിൽ മാഡം.
അല്ലെങ്കിൽ ഡിയർ സാർ എന്നൊക്കെ നമുക്ക് ഏറ്റവും പരിചിതമായ ആളാണെങ്കിൽ നമുക്ക് ഡിയർ സാർ എന്നും വെക്കാം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ എഴുതി കഴിഞ്ഞു. 5 പോയിന്റ്സ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ആദ്യത്തെ 5 പോയിന്റ്സ് അല്ലേ, എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? യെസ്, നമ്മൾ ആദ്യം സെൻറ്റേഴ്സ് അഡ്രസ്സ് പറഞ്ഞു, ശേഷം ഡേറ്റ് പറഞ്ഞു, ശേഷം നമ്മൾ റിസീവിംഗ് അഡ്രസ്സ്, നമ്മുടെ സബ്ജക്റ്റ്, ശേഷം നമ്മൾ സാല്യൂട്ടേഷൻ പറഞ്ഞു. ഓക്കെ, റെസ്പെക്റ്റഡ് സാർ എന്ന് വരെ എത്തി. ഇതിന് ശേഷം നമ്മുടെ ലെറ്ററിൻ്റെ ബോഡിയാണ് വരുന്നത് അല്ലേ. ഈ ലെറ്ററിൻ്റെ ബോഡി നമുക്ക് ഒരു 3 പാരഗ്രാഫ് ആക്കിയിട്ട് തിരിക്കാം. എന്തൊക്കെയാണ് 3 പാരഗ്രാഫ്? ഫസ്റ്റ് വൺ ഇൻട്രൊഡക്ടറി പാരഗ്രാഫാണ് അല്ലേ. ദ പേർപ്പസ് ഓഫ് റൈറ്റിംഗ് ദ ലെറ്റർ in brief. എന്തിനാണ് ഈ കത്ത് എഴുതുന്നത്? ഐ എം റൈറ്റിംഗ് ദിസ് ലെറ്റർ ടു ഇൻഫോം യു അബൌട്ട് ദ ഡാഷ് ആൻഡ് ഡാഷ്. ക്വസ്റ്റ്യനിലുണ്ടാവും ആ കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അവിടെ ഇൻഫോം ചെയ്യേണ്ടത്. പാര നമ്പർ 1. ഓക്കെ, സെക്കൻഡ് പാരഗ്രാഫിൽ എന്താ? ഗീവ് ഡീറ്റെയിൽസ് ഓഫ് ദ മാറ്റർ. നിങ്ങൾ എന്തിനെക്കുറിച്ചാണോ എഴുതുന്നത് അതിൻ്റെ ഡീറ്റെയിൽസ്, നമുക്കറിയാവുന്ന കുറേ ഇൻഫർമേഷൻ ഉണ്ടാവും ഈ ഒരു മാറ്ററിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ടോപ്പിക്കിനെ കുറിച്ചിട്ട്. അതേക്കുറിച്ച് നമ്മളിങ്ങനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? പറഞ്ഞുകൊണ്ടിരിക്കുക. ആ പാരഗ്രാഫിനെ, സെക്കൻഡ് പാരഗ്രാഫിനെ നിങ്ങൾക്ക് ചെറിയ സബ് പാരഗ്രാഫുകൾ വേറെയും ആക്കാം. ഓക്കെ, നിങ്ങളുടെ നോളജിൻ്റെ ഡെപ്ത് അനുസരിച്ചിട്ട്, ആ ഒരു ടോപ്പിക്കിലുള്ള നിങ്ങളുടെ നോളജിൻ്റെ ഡെപ്ത് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് അതിനെ സബ് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് വൺ വാട്ട്? തേർഡ് പാരഗ്രാഫ്. 3 പാരഗ്രാഫ് എങ്കിലും വേണം. മൂന്നാമത്തെ പാരഗ്രാഫ് എന്താണ്? കൺക്ലൂഡ് ബൈ മെൻഷനിങ് വാട്ട് യു എക്സ്പെക്ട് ഫ്രം ദ എഡിറ്റർ. എഡിറ്ററിൻ്റെ കയ്യിൽ നിന്ന് നിങ്ങൾ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നത് പറഞ്ഞുകൊണ്ട് നിങ്ങൾ കൺക്ലൂഡ് ചെയ്യണം. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ യു മേ വാണ്ട് ഹിം ടു ഹൈലൈറ്റ് ദ ഇഷ്യൂ ഇൻ ഹിസ് ന്യൂസ് പേപ്പർ. ഈ പ്രശ്നം നിങ്ങളൊന്ന് നിങ്ങളുടെ ന്യൂസ് പേപ്പറിൽ എന്ത് ചെയ്യണം? സ്ട്രേ ഡോഗ്സിൻ്റെ ഇഷ്യൂ നമ്മളിങ്ങനെ പറഞ്ഞു വെച്ചു. എന്നിട്ട് ലാസ്റ്റ് പറയാണ് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ന്യൂസ് പേപ്പറിൽ ഈ ഒരു ഇഷ്യൂ പബ്ലിഷ് ചെയ്യണം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ മാഗസിനിൽ ഈ ഒരു ഇഷ്യൂ നിങ്ങൾ പബ്ലിഷ് ചെയ്യണം എന്ന് പറയുന്നത് പോലെ അത് നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് കൺക്ലൂഡ് ചെയ്യണം. ഓക്കെ, ഇതാണ് നമ്മുടെ തേർഡ് പാരഗ്രാഫ്. ശേഷം നമ്മൾ കോംപ്ലിമെൻ്ററി ക്ലോസിംഗ് കൊടുക്കണം. യുവർ സിൻസിയർലി എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ട് അവസാനിപ്പിക്കുന്നു. താഴെ സെൻഡേഴ്സ് നെയിം, സിഗ്നേച്ചർ ആൻഡ് ഡെസിഗ്നേഷൻ ഉണ്ടെങ്കിൽ മാത്രം മതി. ഡെസിഗ്നേഷൻ എന്ന് പറഞ്ഞാൽ ടീച്ചർ അല്ലെങ്കിൽ ഡോക്ടർ അങ്ങനെയൊക്കെ ഉള്ള നമ്മുടെ ഒരു ഡെസിഗ്നേഷൻ എന്ത് ചെയ്യുക? പറയാം. സിഗ്നേച്ചർ നിർബന്ധമാണ് ഇവിടെ. ഇത് ഫോർമൽ ലെറ്റർ ആയതുകൊണ്ട്. ഓക്കെ, ഫോർമൽ ലെറ്റർ ആയതുകൊണ്ട് നമ്മൾ നെയിമും താഴെ സിഗ്നേച്ചറും, അല്ലെങ്കിൽ SD എന്ന് മാത്രം നിങ്ങൾ എഴുതിയാലും മതി. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഒരു ലെറ്ററിൻ്റെ ഞാൻ പറഞ്ഞ ഫോർമാറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ നിർബന്ധമാണ് നിങ്ങൾക്ക് എന്ത് തരാൻ? മാർക്കുകൾ ഫുൾ തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി അവിടെ നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ട്, അപ്പോൾ നമുക്കൊരു സംശയം ഉണ്ടാവുക, ഗ്രാമറും അതുപോലെ തന്നെ നമ്മുടെ സെൻറ്റൻസിലൊക്കെയാണ് നമ്മുടെ ഒരു പ്രശ്നങ്ങൾ പല ആൾക്കാർക്കും ഉണ്ടാവുക. അപ്പോൾ അതിന് നിങ്ങളെ സഹായിക്കാൻ, അത്തരം പ്രയാസക്കാരായുള്ള ആളുകളെ സഹായിക്കാൻ, ഒരു എഡിറ്ററിന് എഴുതുന്ന ലെറ്ററിൽ എന്തെല്ലാം എക്സ്പ്രഷൻസ് ആണ് വരിക, അല്ലെങ്കിൽ നമുക്ക് എന്തെല്ലാം എക്സ്പ്രഷൻസ് അതിനകത്ത് യൂസ് ചെയ്യണം, കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. നോക്ക്, ഫോർ എക്സാമ്പിൾസ്, ഐ എം റൈറ്റിംഗ് ദിസ് ലെറ്റർ ടു എക്സ്പ്രസ് മൈ കൺസേൺ അബൌട്ട് എന്ന് പറഞ്ഞ് നമുക്ക് തുടങ്ങുന്ന ഫസ്റ്റ് സെൻറ്റൻസ് അവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളിതങ്ങനെ ബൈഹാർട്ട് പഠിച്ചാലും മതി, അതുപോലെ തന്നെ എഴുതിയാലും മതി. ഓക്കെ, ബാക്കി നമ്മുടെ ക്വസ്റ്റ്യൻ ആണ് ഏത്? ഐ എം റൈറ്റിംഗ് ദിസ് ലെറ്റർ ടു എക്സ്പ്രസ് മൈ കൺസേൺ അബൌട്ട് എന്ന് പറഞ്ഞിട്ട് ശേഷം നമ്മുടെ ബാക്കി ക്വസ്റ്റ്യൻ. ഓക്കെ, നെക്സ്റ്റ്, ഇറ്റ് ഇസ് ഹൈ ടൈം വി റിയലൈസ് ദ സീരിയസ്നെസ് ഓഫ് ദ സിറ്റുവേഷൻ. സെക്കൻഡ് സെൻറ്റൻസ് ആക്കി നിങ്ങൾക്ക് എഴുതാം. ഇറ്റ് ഇസ് ഹൈ ടൈം, ഓക്കെ, വി റിയലൈസ് ദ സീരിയസ്നെസ് ഓഫ് ദ സിറ്റുവേഷൻ. തേർഡ്, ഐ സ്ട്രോങ്ലി ബിലീവ് ദാറ്റ്. ബാക്കി നമ്മുടെ പോയിന്റ്സ് ആണ്. അതിന് മുമ്പിൽ നമ്മൾ ചേർക്കേണ്ട എക്സ്പ്രഷൻസ് ആണ് പറയുന്നത്. ഐ സ്ട്രോങ്ലി ബിലീവ് ദാറ്റ് ഇറ്റ് ഇസ് ഡേഞ്ചറസ്. ഓക്കെ, ഇറ്റ് ഇസ് ദ നീഡ് ഓഫ് ദ ഇറ്റ് ഇസ് ദ നീഡ് ഓഫ് ദ മീൻസ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണത്. ഇന്ന് അത്യാവശ്യമായ ഒരു കാര്യമാണത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണത്. ദെൻ stern steps should be taken to address this issue. ഈ ഇഷ്യൂവിനെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റേൺ ആയിട്ടുള്ള സ്റ്റെപ്സ് നമ്മൾ എടുത്തേ പറ്റുള്ളൂ. ഓക്കെ, സ്റ്റേൺ ആയിട്ടുള്ള സ്റ്റെപ്സ് നമ്മൾ എടുത്തേ പറ്റുള്ളൂ എന്ന് പറയുന്നത് അഡ്രസ്സ് ചെയ്യുക, ഇഷ്യൂവിനെ അഡ്രസ്സ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ്, ഐ വുഡ് urge the authorities to look into the matter seriously. വേറൊരു സെൻറ്റൻസ് ആണ്. ഏതാണ്? ഐ വുഡ് urge the authorities to look into the matter seriously. Next one, last one, kindly publish this through the appropriate columns of your esteemed daily. നമ്മൾ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ, നിങ്ങളുടെ പത്രത്തിൽ ഇതൊന്ന് പബ്ലിഷ് ചെയ്യണം എന്ന് പറഞ്ഞില്ലായിരുന്നോ? ആ ലാസ്റ്റ് പാരഗ്രാഫിൽ തുടക്കത്തിൽ കൺക്ലൂഡ് ചെയ്യുന്ന അവിടെ നമുക്ക് ഇങ്ങനെ പറയാം. എന്താണ്? kindly publish this through the appropriate columns of your esteemed daily എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് അവസാനിപ്പിക്കാം. അപ്പോൾ നമുക്ക് ഈ സാധനങ്ങൾ തന്നെ മതി നിങ്ങൾക്ക് എന്താവാൻ, ഈ പറഞ്ഞ ഒരു ജനറൽ ആയിട്ടുള്ള ഫോർമാറ്റ് കീപ്പ് ചെയ്യാൻ ഇത്രയും കാര്യങ്ങൾ തന്നെ മതി. നമുക്ക് ഓപ്പണിംഗ് ഉണ്ട് ഇവിടെ, അതിൻ്റെ ഒരു എന്താ പറയുക ഡെവലപ്മെൻറ്റ് ഉണ്ട് ഇവിടെ, സെക്കൻഡ് പാരഗ്രാഫാണ് അതൊക്കെ അല്ലേ, കൺക്ലൂഡിങ് പാരഗ്രാഫും നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ഈ സ്ട്രക്ചർ നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്ന് പഠിച്ചു വെക്കുക. ഈ സാധനങ്ങൾ ഒരു 8 പോയിന്റ്സ് നിങ്ങളുടെ മൈൻഡിൽ ഓർമ്മയിൽ ഉണ്ടെങ്കിൽ സിമ്പിളാണ്. നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഗാന്ധി dreamt of an India where there is no rich poor divide, an India in which there is no high class and low class of people, an India in which all communities shall live in perfect harmony. Do you think India upholds all the ideals envisioned by father of our nation?
റൈറ്റ് എ ലെറ്റർ ടു ദ ന്യൂസ് എഡിറ്റർ ഓഫ് പോപ്പുലർ ഡെയിലി ബ്രിങ്ങിങ് ഔട്ട് യുവർ കൺസേൺ. നിങ്ങളുടെ കൺസേൺ കാണിച്ചുകൊണ്ട് ഇന്ത്യയിൽ ഇപ്പോൾ പറഞ്ഞ ഗാന്ധിജിയുടെ വിഷൻസൊക്കെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു വിഷൻസൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ ഒരു ടോപ്പിക്കിൻ്റെ മേലെ നിങ്ങളൊരു എന്താ പറയുക എഡിറ്ററിന് ഒരു ലെറ്റർ എഴുതാൻ. ഇവിടെ അതിൻ്റെ ഒരു മോഡൽ വന്നിട്ട് നോക്ക്. ഫ്രം അഡ്രസ്സ് ആഷ്ലേ ഷാങ്ക്രീല, ദെൻ ചെന്നൈ, ദെൻ ഒരു സ്ഥലത്തിൻ്റെ പേരാണ്. നെക്സ്റ്റ് ഫ്രം അഡ്രസ്സ് നിങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഫ്രം എന്ന് എഴുതുന്നു, അഡ്രസ്സ് എഴുതുന്നു. ഇനി ഫ്രം എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, ഫ്രം അഡ്രസ്സ് മാത്രം എഴുതിയാൽ മതി. നെക്സ്റ്റ് ഡേറ്റ് എഴുതുന്നു, ശേഷം ടു അഡ്രസ്സ്. ഓക്കെ, എഡിറ്ററിനുള്ള. അപ്പോൾ എഡിറ്ററിനുള്ള അഡ്രസ്സ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എഡിറ്ററിനായിക്കോട്ടെ ആർക്കായിക്കോട്ടെ ദ എന്ന വേർഡ് ചേർക്കാൻ മറക്കരുത്. ദ എഡിറ്റർ. ഓക്കെ, അതുപോലെ തന്നെ ദ പ്രിൻസിപ്പൽ. ഓക്കെ, അല്ലെങ്കിൽ ദ മാനേജർ എന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, അതിന് മുമ്പിൽ നിർബന്ധമായിട്ടും ചേർക്കല. ഓക്കെ, ഇനി താഴെ സബ്ജക്റ്റ് ആണ് നമ്മൾ പിന്നീട് ചെയ്യുന്നത്. സർ എന്ന് എഴുതി സാല്യൂട്ടേഷൻ ആണ്. സർ, റെസ്പെക്റ്റഡ് സർ എന്നൊക്കെ നമുക്ക് എഴുതാമെന്ന് പറഞ്ഞു. ശേഷം സബ്ജക്റ്റ് റിക്വസ്റ്റ് ടു അപ്പോൾഡ് ഗാന്ധിയൻ ഐഡിയൽസ് റിഗാർഡിംഗ് എന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്തു, തുടങ്ങി. സബ്ജക്റ്റ് എഴുതി. നെക്സ്റ്റ് നോക്ക്, ഫസ്റ്റ് പാരഗ്രാഫ്. ഐ എം റൈറ്റിംഗ് ദിസ് ലെറ്റർ ടു എക്സ്പ്രസ് മൈ കൺസേൺ അബൌട്ട് ദ ഇൻക്രീസിംഗ് ഗ്യാപ്പ് ബിറ്റ്വീൻ ദ റിച്ച് ആൻഡ് ദ പുവർ ഇൻ ഇന്ത്യ ദീസ് ഡേയ്സ്. എന്താണ് നമ്മുടെ ഈ ഒരു ലെറ്ററിൻ്റെ കോണ്ടന്റ് എന്നുള്ളത് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു വെച്ചു. നെക്സ്റ്റ് അതിൻ്റെ ഒരു ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷനാണ് സെക്കൻഡ് പാരഗ്രാഫിൽ. ഇന്ത്യ ആസ് വി ഓൾ നോ ഇസ് എ ഡെമോക്രാറ്റിക് കൺട്രി ദാറ്റ് ഇസ് സെക്യുലർ ഇൻ നേച്ചർ. ദെൻ റീസെന്റ് സ്റ്റഡീസ് റിവീൽസ് ദാറ്റ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ ദ റിച്ച് ആൻഡ് ദ പുവർ ഇസ് ഇൻക്രീസിംഗ് ആൻഡ് ദ നമ്പർ ഓഫ് പീപ്പിൾ ബിലോ poverty line is also increasing. It is high time we കണ്ടോ, ഇറ്റ് ഈസ് ഹൈ ടൈം. ആ എക്സ്പ്രഷൻസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്തിട്ടില്ലേ. ദ സീരിയസ്നെസ് ഓഫ് ദ സിറ്റുവേഷൻ. ഐ സ്ട്രോങ്ലി ബിലീവ് ദാറ്റ് ദ അതോറിറ്റീസ് കൺസേൺ ഷുഡ് bring suitable policies to uplift the poor. The poor should be given free education and job opportunities. Free medical health and insurance should be provided to BPL families. ലാസ്റ്റ് പാരഗ്രാഫിൽ ഐ വുഡ് ഏർജ് ദ അതോറിറ്റീസ്, നമ്മൾ പറഞ്ഞ ലാസ്റ്റ് പാരഗ്രാഫിൻ്റെ ആ ഒരു സാധനം ഇവിടെ പറഞ്ഞില്ലായിരുന്നോ, ഇതാ ഐ കൈൻഡ്ലി പബ്ലിഷ് എന്ന് പറഞ്ഞ സാധനം. I would urge the authorities to look into the matter seriously. Kindly publish this through the appropriate columns of your esteemed daily എന്ന് പറയുന്ന ആ ഒരു ഭാഗവും നമ്മൾ കൺക്ലൂഡ് ചെയ്തു. ശേഷം നമ്മളിതാ ഇവിടെ എന്താ ചെയ്യുന്നത്, യെസ് ട്രൂലി ആഷ്ലേ. ഓക്കെ, SD എഴുതാൻ മറക്കരുത്. SD മീൻസ് സിഗ്നേച്ചർ. നെയിമിൽ താഴെയോ അല്ലെങ്കിൽ സൈഡിലോ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, സിഗ്നേച്ചറും കൂടെ എഴുതുക. SD എന്ന് എഴുതിയാലും മതി. താഴെ നമ്മുടെ പേരും എഴുതി വെച്ചാൽ ഇത്രയേ ഉള്ളൂ. എന്ത് നമ്മുടെ ലെറ്റർ എന്ന് പറയുന്നത് ഒരു വെട്ടിക്കകത്താക്കിയാൽ കുറച്ചുകൂടെ ഭംഗിയായി. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഫുൾ മാർക്കിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഈ പറയുന്ന ലെറ്ററിൽ എഴുതേണ്ടത്. സോ മാക്സിമം ഗ്രാമർ മിസ്റ്റേക്സ് ഒന്നും വരുത്താതെ നോക്കുക. ഒരു 3 വന്നു കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് കുറയാൻ സാധ്യതയുണ്ട്. സോ സ്പെല്ലിംഗ് മിസ്റ്റേക്സ്, ഗ്രാമർ മിസ്റ്റേക്സ് ഒക്കെ മാക്സിമം ഉണ്ടാവില്ല, കാരണം അതിനാണ് ഞാൻ എക്സ്പ്രഷൻസ് ഒക്കെ പഠിപ്പിച്ചു തന്നത്. അതുപോലെ തന്നെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് എന്ത് ചെയ്യേണ്ട, ടെൻഷൻ ഇല്ലാതെ കൂളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫുൾ മാർക്സും ഇതിനകത്ത് നേടാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിന് വേണ്ടിയിട്ട് സ്റ്റേ ട്യൂൺഡ്.